അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ തൊടുപുഴ കോലാനി റൂട്ടിലെ തോട്ടുംപുറം പമ്പിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ മറൈൻ എക്സ്പോയൊക്കെ നടന്ന ആ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ആശാൻ്റെ കടയുണ്ട്. ആ ആശാൻ്റെ കടയിൽ നിന്ന് നമ്മൾ വെട്ടിച്ചിൽ സാധനം കിട്ടും. അതായത് മുന്തിരി വൈനും ഇതെല്ലാം ഇത് പൈനാപ്പിൾ വൈൻ അങ്ങാടി മരുന്ന് മാത്രം. ഒന്ന് കാണിച്ചു ആർക്കും പരിശോധിക്കാം, ഏത് എക്സൈസുകാർക്കും വരാം, ആർക്കും ഇവിടെ വരാം. ഈ വൈൻ കുടിച്ചു നോക്കുക. ശരീരസുഖം, ഉറക്കമില്ലാത്തവര് അങ്ങനെ തന്നെ. കാരണം ഇത് മൊത്തം ദശമൂലത്തിന്റെ മരുന്ന് ഞാൻ പറിച്ചുണങ്ങി ഇടിച്ചു പൊടിക്കുന്ന സാധനവും ആർക്ക് വേണേലും എക്സൈസിനും വരാം, പോലീസിനും വരാം, ആർക്കും വരാം ഇവിടെ. അപ്പൊ ഞാനൊന്ന് കുടിച്ചു നോക്കുവാണ്. ഷാരോട് ഒഴിക്കുക, എല്ലാവരും കുടിച്ചിട്ട്. ഇത് പോണ വഴി ഇനി പോലീസ് വല്ലതും പിടിക്കുമോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. അപ്പൊ ഇത് പുള്ളിയുടെ ഒരു ഉറപ്പില് ഈ പറഞ്ഞ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ്, തോട്ടുംപുറം പമ്പിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് പുള്ളിയുടെ ഔഷധവാദം വേണ്ടി ഞാൻ വൈൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഈ ആശാന്റെ ഉത്തരവാദിത്തം ഞാൻ കഴിച്ചിട്ട് പോകണമാണ്. ഏതെങ്കിലും പോലീസുകാർ ഏമാന്മാരുണ്ടെങ്കിൽ അതൊന്ന് ഈ ആശാനെ ഒന്ന് പിടിക്കുക, അല്ലാണ്ട് എന്റെ ബാക്കി എന്റെ ഭാഗത്ത് ഞാൻ ഒരു ഗ്ലാസ് കുടിക്കുകയാണ് പരവേശം എടുത്തിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ചൂടത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്ന കച്ചവടം കിട്ടുവാണെങ്കിൽ അങ്ങനെയുള്ള മാത്രവുമല്ല 8 കൂട്ടം സാധനം ചേർത്ത് എന്റെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഒരു 20 രൂപ. 8 കൂട്ടം സാധനം ചേർത്തിട്ട് കുടിക്കുമെന്ന് പറയാൻ പുള്ളി ഇത് പിടിക്കില്ലാന്നാ പുള്ളി പറയുന്നത്. സ്ഥലം തോട്ടുംപുറം പമ്പ് നമ്മുടെ മറൈൻ എക്സ്പോയൊക്കെ ആണെന്ന് തൊടുപുഴയിൽ നിന്ന് ബംഗളൂരിൽ നിന്ന് കോലാനി ബൈപ്പാസിൽ. അപ്പൊ ഞാൻ പുള്ളി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടത് ശരിക്കും ഒന്ന് കാണിക്കാനായിട്ട്. നിങ്ങളെ ഒരുപാട് യാത്രക്കാർ ഇതുവഴി യാത്ര ചെയ്യാനാണ്, അവരൊക്കെ ഒന്ന് സഹകരിക്കുക, നമ്മുടെ ആശാനുമായിട്ട് ഒന്ന് സഹകരിക്കുക. വയറിനും തോട്ടുംപുറം പമ്പ് പറഞ്ഞു കുര്യന്റെ മുന്തിരി വൈൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്റെ പരവേശം മാറിയിട്ടുണ്ട്, സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ ഓക്കെ ആശാനെ, അപ്പോൾ വന്നവരൊന്ന് കയറുക കേട്ടോ. ഇതുവഴി യാത്രക്കാർ ഒരുപാട്